വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെ മത്സരം ഇന്ന് കണ്ടായിരുന്നു. വെടിക്കെട്ടായിരുന്നു വെസ്റ്റ് ഇൻഡീസിന്റെ വക. 256 റൺസ് വെസ്റ്റ് ഇൻഡീസ് സ്കോർ ചെയ്തു. ആ സ്കോറിനെതിരെ അവസാനം 147 റൺസോ മറ്റോ സിംബാബ്വെ അടിച്ച് അവരുടെ ഇന്നിങ്സ് തീർന്നുപോയി. പറയാനുള്ളത് വെസ്റ്റ് ഇൻഡീസിലെ ബാറ്റിംഗ് വെടിക്കെട്ട് വീരന്മാരുടെ ഒരു കാര്യമാണ്. ബ്രാൻഡൻ കിങ്ങിന് വളരെ വേഗത്തിൽ തന്നെ നഷ്ടപ്പെടുകയും അതിനുശേഷം പിന്നീട് എത്തിയത് നമ്മുടെ ഹെറ്റ്മെയർ ആയിരുന്നു. ഹെറ്റ്മെയറിന്റെ വക തകർപ്പം വെടിക്കെട്ടായിരുന്നു. 85 റൺസ് അദ്ദേഹം വാരിക്കൂട്ടി. ആ കൂട്ടത്തിൽ തന്നെ റഹ്മാൻ പവൽ ഒപ്പത്തിനൊപ്പം നിന്ന് അടിച്ചു. ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. വെസ്റ്റ് ഇൻഡീസുകാർ 2 വട്ടം ലോക ചാമ്പ്യന്മാരായതാണ് 2020 ലോകകപ്പിൽ. ആ ഒരു ആവേശം ഇപ്പോഴും അവരുടെ മത്സരത്തിൽ കാണുന്നുണ്ട്. വളരെ തീപാറുന്ന മത്സരം. ഒരു സമയത്ത് വെസ്റ്റ് ഇൻഡീസിന്റെ ടീം വളരെ ഒന്നും ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുകയുണ്ടായി. കാരണം പ്ലേയേഴ്സ് തമ്മിൽ ഒരു ഒത്തൊരുമയില്ലാത്തതും പിന്നെ അവരുടെ ക്രിക്കറ്റ് അസോസിയേഷനിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും ഒക്കെ മൂലം പ്ലേയേഴ്സ് ദേശീയ ടീമിൽ കളിക്കാതെ മറ്റ് രീതിയിലുള്ള പ്രീമിയർ ലീഗുകളിൽ കളിക്കാൻ പോകുന്നതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ നമുക്കറിയാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ടീമിന് വേണ്ടി കളിക്കുകയില്ല, വല്ലപ്പോഴും വന്ന് കളിക്കുമ്പോൾ ഒരു ഒത്തൊരുമയില്ലാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ കാണുന്ന വെസ്റ്റ് ഇൻഡീസ് 11 ഒരുമിച്ച് ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായിട്ടാണ് കാണുന്നത്. അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ കളികളിലെല്ലാം കണ്ടതും ഇന്നത്തെ കളിയിൽ കണ്ട വെടിക്കെട്ട് പൂരവും. പറയാതിരിക്കാൻ മേല, സിംബാബ്വേയുടെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് നമ്മൾ സിംബാബ്വെ ഇതുവരെ വന്ന വഴി അറിയാം. നല്ല രീതിയിൽ കളിച്ചു വന്നതാണ്. അപ്പൊ അവരുടെ ആ ഒരു ക്വാളിറ്റി അവര് കാണിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അതിനൊക്കെ അപ്പുറത്താണ് വെസ്റ്റ് ഇൻഡീസുകാർ സ്കോർ ചെയ്തിരുന്നത്. എന്തായാലും സിംബാബ്വെ വിക്കറ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ പോയി. അക്കീൽ ഹുസൈൻ തുടങ്ങി മോട്ടി 4 വിക്കറ്റ് വീഴ്ത്തി. അപ്പം പിന്നെ ബാക്കി പറയേണ്ട കാര്യമില്ല. പേസ് ബോളേഴ്സും വിക്കറ്റ് വീഴ്ത്തി. ഒരു രീതിയിലും എന്താ പറയാ, സിംബാബ്വെക്ക് തിരിച്ചടിക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തില്ല. അവസാന നിമിഷം ഇവാൻസ് എന്ന് പറയുന്ന ഒരു പ്ലെയർ, അദ്ദേഹം ഒരു 5-6 സിക്സ് ഒക്കെ പറത്തി. പക്ഷെ ഒന്നും ആകത്തില്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഇതുകൊണ്ടൊക്കെ ആർക്കാണ് പറ്റിയിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ ടീമിനാണ് പണി കിട്ടിയിരിക്കുന്നത്. കാരണം നെറ്റ് റൺ റേറ്റിൽ വെസ്റ്റ് ഇൻഡീസ് ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ തൊട്ട് താഴെ സൗത്ത് ആഫ്രിക്കയും, അതിന്റെയും താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വരുന്ന 2 മത്സരങ്ങൾ ക്രൂഷ്യൽ മാച്ചസ് ആണ്. നമ്മൾ നല്ല രീതിയിൽ കളിച്ച് വിജയിക്കണം. മാത്രമല്ല അതും നല്ല റൺ റേറ്റിൽ തന്നെ വിജയിക്കണം. പിന്നെ മറ്റു ടീമുകളുടെ ജയപരാജയങ്ങളെ അടിസ്ഥാനമാക്കിയിരിക്കും. സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കണം. അങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ ടീമിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഈ വേൾഡ് കപ്പിൽ മുന്നോട്ടേക്കുള്ള സാധ്യതകൾ. കാരണം അങ്ങനെ അതേപോലത്തെ ഒരു മാച്ചസ് ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ അല്ല സൂപ്പർ 8 പോരാട്ടങ്ങളിലും നടന്നത്. കാരണം ഈ സൂപ്പർ 8 തുടക്കത്തിൽ തന്നെ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയോട് തോറ്റത് വലിയ തോൽവിയായി പോയി. 76 റൺസിന് തോൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ആ ഒരു തോൽവിയോടുകൂടി റൺ റേറ്റിന്റെ കാര്യത്തിൽ പിന്നിലായി പോയി. പിന്നീട് ഇന്നത്തെ മത്സരത്തിലാണെങ്കിൽ നല്ല രീതിയിൽ വെസ്റ്റ് ഇൻഡീസ് സ്കോർ ചെയ്തു. അത് ചെറിയ സ്കോറൊന്നുമല്ല, വളരെ എന്താ പറയാ, ഒരു റൺ കൊടുമുടി തന്നെയാണ് അവർ തീർത്തിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി ഇന്ത്യൻ ടീമിന്റെ സാഹചര്യം വളരെ പരിതാപകരമാണ്. മാത്രമല്ല ഇന്ത്യൻ ടീമിൽ കുറച്ചൊക്കെ അഴിച്ചുപണികൾ നടത്തിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളാവും. പ്രശ്നങ്ങൾ വെച്ചാൽ ഫുള്ള് ഇടങ്കയ്യന്മാരെ വെച്ച് ജയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. പാർട്ട് ടൈം ബോളേഴ്സ് വരെ വന്നിട്ടാണ് ഇന്ത്യൻ വിക്കറ്റുകൾ വീഴ്ത്തുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇന്ത്യൻ ടീമിന്റെ മാനേജ്മെന്റ് തലപുകഞ്ഞ് ആലോചിച്ച് തന്നെ നമുക്ക് ടാലന്റ് ഉള്ള പ്ലേയേഴ്സ് ഇരിപ്പുണ്ട്, അവരെ കളത്തിലിറക്കി കളിക്കുക, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സാധ്യത എന്ന് പറയുന്നത് വളരെ, നമുക്ക് ഭയങ്കര എന്താ പറയാ, ഒരു കൊക്കയുടെ അറ്റത്ത് പോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ഒന്ന് വീണിട്ട് നമ്മൾ 2 കൈ കൊണ്ട് പിടിച്ച് കയറാൻ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം നമ്മൾ 2 കളിയും നന്നായിട്ട് നല്ല റൺ റേറ്റ് തന്നെ ജയിക്കുകയും വേണം. മറ്റു ടീമുകളുടെ ജയപരാജയങ്ങൾ നമ്മൾ നോക്കിയിരിക്കുകയും വേണം. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ. എന്തായാലും വരും ദിവസങ്ങളിലെ കളികളിൽ ഇന്ത്യക്ക് എന്തുമാത്രം സാധ്യത ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇന്നത്തെ മത്സരം നമുക്ക് കോരിത്തെരിപ്പിക്കുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു. വെസ്റ്റ് ഇൻഡീസിന്റെ വക അവിടെ ഗാലറിയിൽ കൂടിയ കാണികൾക്ക് പോലും കൊടുത്ത പൈസ നഷ്ടമായിട്ടില്ല. അതൊരു വസൂൽ എന്ന് തന്നെ പറയാം. ഒരു മാസ് മസാല മൂവി കണ്ട ഒരു അവസ്ഥയായിരുന്നു ഇന്ന് അവിടെ കൂടിയ ഓഡിയൻസിന്. മാത്രമല്ല TV കണ്ടവർക്കും അതുപോലെ തന്നെ ഫോണിൽ കണ്ടവർക്കും ഒക്കെ ഒരു ആവേശം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു. 2020 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെസ്റ്റ് ഇൻഡീസ് ഒരു സംഭവമാണ്, പറയാതിരിക്കാൻ മേല. വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അതുവരത്തേക്കും ബൈ.